സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളൊക്കെ പലപ്പോഴും ചിലരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണെന്നുള്ളതാണ്. ലോകത്തിൽ മെയിനായിട്ട് രണ്ട് തരം ഇംഗ്ലീഷാണുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രണ്ട് തരം ഇംഗ്ലീഷാണുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും. അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം. കാരണം ഇംഗ്ലീഷ് ഒന്നാണ്, പക്ഷേ ഇതിൻ്റെ അത് ചില വേരിയേഷൻസ് ഉണ്ട്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ എന്നുള്ളതാണ്. ഇനി നമുക്കത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കുറച്ച് ഹിസ്റ്ററി പഠിക്കാം. അതെന്താണ്? നമ്മൾ 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അമേരിക്കൻ ഹിസ്റ്ററിയെ പറ്റി. അതിനകത്ത് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന അമേരിക്കക്കാരെന്നൊക്കെ പറയുന്നവരുടെ മാതാപിതാക്കന്മാർ, അല്ലാതെ കുറച്ച് തലമുറ മുമ്പിലുള്ളവരൊക്കെ ബ്രിട്ടീഷുകാരാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിലെ പ്രമുഖമായ ഇംഗ്ലീഷ് രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് പോയവരാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഇംഗ്ലീഷാണ് ഈ സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴെന്താണ് ഇപ്പോൾ വ്യത്യാസമുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം പറയാനൊരു കാരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ബ്രിട്ടനും ഒന്ന് അമേരിക്കയും. അപ്പോൾ അവരുടെ ഈ അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെയധികം പ്രാബല്യത്തിലുള്ള ഒന്നാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ മൂവീസ് കാണുക, ഇംഗ്ലീഷ് മൂവീസ് കാണുകയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ അകത്ത് അമേരിക്കൻ ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ആ വ്യത്യാസങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വെർബ് ഫോംസിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം, നമ്മൾ V1, V2, V3യെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് V1, V2, V3 പറഞ്ഞു തന്നതാണ്. പക്ഷേ അതിനകത്തൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് എപ്പോഴും കമൻസ് വരാറുണ്ട്, സാറേ ഞാൻ അങ്ങനെ അല്ലല്ലോ പഠിച്ചത്, പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വന്നതെന്നുള്ളത് V1, V2, V3ക്കകത്ത്. അപ്പോഴാണ് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ടെൻസിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ് ആ വ്യത്യാസങ്ങൾ? മെയിനായിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. എവിടെയാണ് ഉപയോഗിക്കുന്നുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നുള്ള ഒരു വ്യത്യാസമാണ് അവിടെ വരുന്നത്. പിന്നെ ഉള്ളതൊന്ന് സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും നോക്കിയാൽ ചില വാക്കുകളുടെ സ്പെല്ലിങ്ങിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഇനി മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ വൊക്കാബുലറിയിൽ സെയിം കാര്യം പറയാൻ തന്നെ നമ്മൾ ചില വാക്കുകൾ വേറെയാണ് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിലും. ഇതെല്ലാം പറഞ്ഞ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇംഗ്ലീഷ് ഒന്നാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഞാൻ നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത്, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അതായത് നമ്മൾ ഇന്ത്യയിൽ ഏത് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ ഏത് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടുള്ള ആ വ്യത്യാസം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എവിടെയാണ് വ്യത്യാസം എന്നുള്ളത്? വെർബ് ഫോംസിൽ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാത്തിനകത്തൊന്നും വ്യത്യാസമില്ല, ചിലതിൽ മാത്രം. ഞാൻ നിങ്ങളെ V1, V2, V3 പഠിപ്പിച്ച സമയത്ത് ഇനി നിങ്ങൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ V1, V2, V3 കിട്ടിയിട്ടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ കോഴ്സ് പൂർണ്ണമായിട്ടും ഞാൻ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വെർബ് ഫോംസിനെ പറ്റിയാണ്. വെർബ് ഫോംസിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം അമേരിക്കൻ ഇംഗ്ലീഷ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഗെറ്റ്, ഗോട്ട്, ഗോട്ടൺ എന്നുള്ളതാണ്. അതാണ് അമേരിക്കൻ ഇംഗ്ലീഷ്. അതിൻ്റെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഏതാണ്? ഗെറ്റ്, ഗോട്ട്, ഗോട്ടാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. V2, V3 ഒരുപോലെയാണ്. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ V2, V3 തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണ് കൃത്യം? രണ്ടും ശരിയാണ്. കാരണം അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാർക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കക്കാർക്കും ഇത് രണ്ടും ഇന്ത്യക്കാർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് മറ്റ് വ്യത്യാസങ്ങളും ലേൺ, ലേൺഡ്, ലേൺഡ് ഈടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ T ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലേൺഡ് എന്നുള്ളതിന് T ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബേൺ എന്നുള്ളത് കത്തുക എന്നുള്ളതാണ്, കത്തുക. അപ്പോൾ ബേൺ, ബേൺഡ്, ബേൺഡ് ഈടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് T ആണ്.
ഇനി ഡ്രീം എന്നുള്ളൊരു സ്വപ്നമാണ്. ഡ്രീം, ഡ്രീംഡ്, ഡ്രീംഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ED ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ, അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് T ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിത് രണ്ടും ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടും ഉപയോഗിക്കുന്നുള്ളത്? അപ്പോൾ നമുക്ക് വിശദമാക്കുന്നതിന് മുമ്പ് മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. മറ്റൊരു വ്യത്യാസമാണ് സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കളർ എന്ന് എഴുതുന്നു. കളർ എന്ന് എഴുതുമ്പോൾ നമ്മൾ ചിലരോട് പറയാറുണ്ട് നിങ്ങൾ എഴുതുന്നത് തെറ്റാണ്, മറ്റവരോട് പറയാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ശരിയാണ്. പക്ഷേ ഇതിനകത്ത് എന്താണ് ആ തെറ്റ്? ചിലരൊക്കെ തെറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷേ അതിനകത്ത് ശരിക്കും തെറ്റുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോഹ വെബ്സ്റ്റർ എന്ന് പറഞ്ഞ ആളാണ്. അത് ഭയങ്കര ഒരു പണ്ഡിതനാണ്, ഇംഗ്ലീഷ് പണ്ഡിതനാണ്, ഡിക്ഷണറി എഴുതിയ ആളാണ്. ബ്രിട്ടീഷുകാരനല്ല, അമേരിക്കക്കാരനാണ്. അമേരിക്കൻ ഡിക്ഷണറി എഴുതിയ ആളാണ്. അപ്പോൾ വെബ്സ്റ്റേഴ്സിൻ്റെ ഡിക്ഷണറി നിങ്ങൾ കിട്ടിയാൽ അത് നിങ്ങൾ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. പക്ഷേ അവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെബ്സ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ഇൻ്റർനാഷണൽ എഡിഷൻസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോഴത് കാണാൻ സാധിച്ചില്ല എന്ന് വരാമെന്ന്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ഈ രണ്ട് ഇംഗ്ലീഷും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഉപയോഗിക്കാറുണ്ട്. അത് എന്താണെന്നുള്ളത് ഇച്ചിരൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ അകത്ത് ഈ വെബ്സ്റ്റർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് നമ്മൾ പറയുന്ന രീതിയിൽ, ആ സൗണ്ടിൻ്റെ രീതിയിൽ തന്നെ എഴുതണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തയ്യാറാക്കിയതെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തിരിക്കുന്നു കളർ എന്നുള്ളത്, അതുപോലെ തന്നെ ഓണർ എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. ഇനി സെയിം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കുക, COLOUR ആണ് കളർ. ഓണർ എന്നുള്ളതിൻ്റെ എന്താണ്? HONOUR ആണ് ഓണർ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഇനി ലേബറിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, LABOR ആണ്. അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ LABOUR ആണ്. ഫ്ലേവറിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അപ്പോളജൈസ് എന്നുള്ള വാക്കിന് Z ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Zന് C എന്നും പറയാറുണ്ട്. അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ രണ്ടും പറയാറുണ്ട്. ഇനി അനലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് അതിനെപ്പറ്റി പരിശോധിക്കുക, ഇപ്പോഴാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അനലൈസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ Z ഉണ്ട്, അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ S ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ട്രാവലിൻ്റെ V2 ആണ് ട്രാവൽഡ്. ഇനി അമേരിക്കൻ ഇംഗ്ലീഷിൽ ഒരു L മാത്രമേ ഉള്ളൂ, പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിന് ഒരു L കൂടുതലാണ്. അതേസമയം നിങ്ങൾ ട്രാവലിംഗ് എന്നുള്ളതിൻ്റെയും ശ്രദ്ധിക്കുക, അവിടെയും അമേരിക്കക്കാരന് ഒരു L കുറവാണ്, പക്ഷേ ബ്രിട്ടീഷുകാരന് ഒരു L കൂടുതലുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫൻസ് എന്നുള്ളതിൻ്റെ പ്രതിരോധമാണ് ഡിഫൻസ്. അപ്പോൾ ഡിഫൻസിൻ്റെ S ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ C ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ലൈസൻസിൻ്റെ S ആണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്, LICENSE ആണ്. അതേസമയം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ LICENCE ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡയലോഗ് എന്നുള്ളതിന് യഥാർത്ഥത്തിൽ DIALOG എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ OGUE എന്നും നമുക്ക് പറയാവുന്നതാണ്. ഡയലോഗിൻ്റെ സ്പെല്ലിംഗ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും സെയിം തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൂടുതൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതാണ്. അതേസമയം ആ സെയിം ടൈമിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പറ്റിയും. വളരെ റീസെൻ്റായിട്ട് നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാറി ഉപയോഗിക്കുന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പറ്റിയും. നിങ്ങൾ അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി പഠിക്കണം. നമ്മൾ വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഓൾറെഡി, യെറ്റ്, അതുപോലെ തന്നെ ജസ്റ്റ്, ഇതൊക്കെ കൂടെയൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ശ്രദ്ധിക്കാം, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാണ്. നമ്മുടെ ഒരു വീഡിയോ ഡിക്ഷണറി ഉണ്ട്, അതിനകത്ത് പറഞ്ഞാണ് ഫാസ്റ്റ് അല്ല ഫസ്റ്റ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം സെയിം തന്നെ ഐ ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, പക്ഷേ അതിനകത്ത് ടെൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇനി ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് മൈ മൂവി ടിക്കറ്റ്. ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് മൈ മൂവി ടിക്കറ്റ് എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അവിടെ അവർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത് സെയിം തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഐ ഓൾറെഡി ബുക്ക്ഡ് മൈ മൂവി ടിക്കറ്റ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏതാണ് ശരി? രണ്ടും ശരിയാണ്. അതിനകത്ത് തെറ്റുകളൊന്നുമില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും തെറ്റില്ല. പക്ഷേ സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്. അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. അതായത് ടൈമിൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്. അത് തെറ്റാകും. അതായത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി വൊക്കാബുലറിയിലുള്ള വ്യത്യാസം. ഇനി ശ്രദ്ധിക്കുക, ഒരു കാര്യം തന്നെ നമ്മൾ പറയാൻ വേണ്ടി വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും വ്യക്തമായ വ്യത്യാസമുണ്ട്. പക്ഷേ ചില വാക്കുകൾ മാത്രമുള്ളൂ, ഒരുപാട് വാക്കുകളൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഭയങ്കരമായ വ്യത്യാസമുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് ആ വാക്കുകൾ എന്നുള്ളത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഷോപ്പ് എന്നുള്ളതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ സ്റ്റോർ എന്നാണ് പറയുന്നത്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബനിയൻ എന്നാണ് പറയുന്നത്, അത് അണ്ടർ ഷർട്ടിന് പറയുന്നതാണ് വെസ്റ്റ്. അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ അണ്ടർ ഷർട്ടാണ്, പക്ഷേ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വെസ്റ്റാണ്. വാലറ്റ് ബിൽ ഫോൾഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് പേഴ്സൺ നമ്മൾ പറയാം, അതാണ് വാലറ്റ്. ഇനി സിപ്പ്, അപ്പോൾ നമ്മുടെ സിപ്പ് ഉണ്ടല്ലോ, സിപ്പ്, അതിനെ സിപ്പർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ബാഗിൻ്റെ അതുപോലെ വസ്ത്രങ്ങളിലേക്ക് സിപ്പ്. ടൈം ടേബിളിനെ സ്കെഡ്യൂൾ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ടൈം ടേബിളിനെ സ്കെഡ്യൂൾ എന്നാണ് പറയുന്നത്. അതിന് ഷെഡ്യൂൾ എന്നല്ല പറയുന്നത്, സ്കെഡ്യൂൾ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ടാക്സിക്ക് ക്യാബ് എന്ന് പറയും. ട്രൗസേഴ്സിന് പാൻസ് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് തന്നെ നമ്മൾ ഇപ്പോൾ പരസ്യങ്ങളിൽ കാണാറുള്ള ട്രൗസേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ? അത് സെയിം തന്നെ നമ്മൾ ഓർക്കുന്ന മറ്റൊന്നാണ് പാൻസ് എന്ന്. നമ്മൾ കോട്ടൺ പാൻസിന് നമ്മൾ ട്രൗസേഴ്സ് എന്നും അല്ലാതുള്ളതിന് പാൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണ്. ഇനി ടോയ്ലറ്റിന് ബാത്റൂം അല്ലെങ്കിൽ റെസ്റ്റ് റൂം എന്ന് പറയാവുന്നതാണ്. ഇനി സിംഗിൾ ടിക്കറ്റ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം പോകണം, അതിനുവേണ്ടി എടുക്കുന്ന ടിക്കറ്റാണ് സിംഗിൾ ടിക്കറ്റ്, അല്ലെങ്കിൽ വൺ വേ ടിക്കറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ടാപ്പ് എന്ന് പറയും, അതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഫോസെറ്റ് എന്നാണ് പറയുന്നത്, ഫോസെറ്റ്. പിന്നെ സ്വീറ്റ്സിന് ക്യാൻഡി എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. റബ്ബർ, നമ്മളിപ്പോൾ മായ്ക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ, അതിന് ഇറേസർ എന്ന് പറയും. റിട്ടേൺ ടിക്കറ്റിന് റൗണ്ട് ട്രിപ്പ് എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, പെട്രോളിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഗ്യാസ് എന്നും പറയാറുണ്ട്, ഗ്യാസുലിൻ എന്നും പറയാറുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാസ് എന്നും പറയാറുണ്ട്, ഗ്യാസുലിൻ എന്നും പറയാറുണ്ട്, അത് പെട്രോളാണ്. ഇനി പോസ്റ്റ് കോഡ്, ബ്രിട്ടീഷിൽ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നതിന് അമേരിക്കയിൽ സിപ്പ് കോഡ് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പോസ്റ്റ്, അമേരിക്കയിൽ മെയിൽ എന്നാണ് പറയുന്നത്. ഇനി നാപ്പിക്ക് ഡയപ്പർ എന്ന് പറയാറുണ്ട്. പബ്, അതിന് ബാർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. സിനിമ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സിനിമ എന്ന് പറയും, അതിന് മൂവീസ് എന്നാണ് പറയുന്നത്. ഇനി മൊബൈൽ എന്ന് പറയുന്നതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ സെൽഫോൺ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ലോറി എന്ന് പറയുന്നതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ ട്രക്ക് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ അപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ലോറിയുണ്ട്, ട്രക്കുണ്ട്, നമുക്ക് ഫ്ലാറ്റും ഉണ്ട്, അപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മിക്സ് ചെയ്താണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഹോളിഡേക്ക് വെക്കേഷൻ എന്നാണ് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ചിപ്സിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കെമിസ്റ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡ്രഗ് സ്റ്റോർ എന്നാണ് പറയുന്നത്. നമ്മൾ മെഡിക്കൽ സ്റ്റോർ എന്നും പറയാറുണ്ട്. ബോണറ്റിന് ഹുഡ് എന്നാണ് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ. ബിസ്ക്കറ്റിന് കുക്കി എന്നാണ് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ബിസ്ക്കറ്റ് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ കുക്കി എന്നാണ്. പക്ഷെ നമ്മൾ രണ്ടും ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ബില്ലിന് ചെക്ക് എന്നാണ് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ, അത് ചെക്ക് എന്നാണ് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എനിവെയർ എന്നതിന് അമേരിക്കൻ ഇംഗ്ലീഷിൽ എനി പ്ലേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വൊക്കാബുലറി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളിത് മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളിത് രണ്ടും മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഒരു അമേരിക്കക്കാരനോട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവന് മനസ്സിലാവും, ബ്രിട്ടീഷുകാരനോട് അമേരിക്കൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാലും അവന് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസങ്ങളുമില്ല. ആകെ ചില വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് ആൾക്കാർക്കും, അത് ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും ഈ രണ്ട് വാക്കുകളും അറിയാം.
അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? നമ്മളിതിൻ്റെ മിക്സാണ് ഉപയോഗിക്കുന്നത്. രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പല വാക്കും അവിടുന്ന് എടുക്കാറുണ്ട്, ഇവിടുന്ന് എടുക്കാറുണ്ട്. ഇനി ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതുകൂടിയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ്, അമേരിക്കൻ നമുക്ക് മൂവീസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കയാണ്. അതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കുക, മിക്സ് ചെയ്ത് പഠിച്ചോ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതായത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു.